എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മിസിസിപ്പിയിലെ ലോറൽ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി ലോഡാണ് പിക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ലോഡ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ ട്രെയിലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രക്ക് കൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് പോകുന്നത്. ആദ്യം അവിടെ പോയി നമ്മൾ അവരുടെ ട്രെയിലറും എടുത്തിട്ട് വേണം ലോഡ് പിക്കപ്പ് ചെയ്യാനുള്ള ഫാമിലേക്ക് പോകാൻ. മിസിസിപ്പിയിലെ ഇന്റർസ്റ്റേറ്റ് 59ന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു ചർച്ചാണ്. നമ്മുടെ നാട്ടിലെ ചർച്ചുകളെയൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ ബിൽഡിംഗ് സ്റ്റൈൽ ഒരു വേറെ രീതിയിൽ തന്നെയാണ്. എല്ലാ കമ്പനികളിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഗേറ്റിന്റെ അവിടെ നിർത്തി സെക്യൂരിറ്റിയുമായിട്ട് സൈനപ്പ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ അതാത് സമയം തന്നെ ഇവർ ട്രെയിലറുകളിലേക്ക് മാറ്റുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് കമ്പനി ആയിരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന കഴുകന്മാരെ നമുക്ക് ചുറ്റിനും കാണാമായിരുന്നു. നമുക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ട്രെയിലർ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ലോഡ് ജീവനുള്ള കോഴിയാണ്. ഇവിടുന്ന് നമ്മൾ MT ട്രെയിലറും എടുത്തുകൊണ്ട് ഇവരുടെ തന്നെ ഫാമിലേക്ക് പോയി അവിടുന്ന് കോഴിയും കയറ്റി തിരിച്ചു വരണം. സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞ അനുസരിച്ച് പെർ ഡേ ഒരു 35 ലോഡ് കോഴിയാണ് ഇവിടേക്ക് വരുന്നത്. നമ്മൾ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന ട്രെയിലറിനകത്ത് 20 കേജുകളാണ് ഉള്ളത്. നമ്മുടെ റീഫർ ട്രെയിലറിന്റെ സർവീസ് ലൈനും എമർജൻസി ലൈനും പിക് ടെയിലും ഒക്കെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് കറക്റ്റ് നടുക്കായിട്ട് മേളിലാണ്. അതുകൊണ്ട് നമുക്ക് ക്യാറ്റ് വാക്കിന്റെ മേളിൽ കയറിയാലേ ഇത് ഹുക്കപ്പ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ട്രെയിലറിലുള്ള 20 ഗേജുകളും അവർ സ്ട്രാപ്പ് ഇട്ട് നല്ല രീതിയിൽ മുറുക്കിയിട്ടുണ്ട്. ആണെങ്കിൽ തന്നെയും റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടേതായ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിക്കും റോഡിൽ കൂടെ പോകുന്ന ബാക്കിയുള്ളവരുടെ സേഫ്റ്റിക്കും നല്ലതായിരിക്കും. വെളിയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് സെക്യൂരിറ്റി ഓഫീസ് ഉള്ളത്. അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് വെയിങ് സ്കെയിൽ ഉള്ളത്. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ട്രക്കിന്റെയും ട്രെയിലറിന്റെയും വെയിറ്റ് അവരവിടെ നോട്ട് ചെയ്ത് വെക്കും. തിരിച്ച് ലോഡുമായിട്ട് വന്ന് ഇതേ സ്കെയിലിൽ കൂടെ കയറിയാണ് അകത്തേക്ക് വരുന്നത്. കയറുന്ന വഴി ഫുൾ ലോഡ് വെച്ചിട്ടുള്ള വെയിറ്റും ഇപ്പം നമ്മൾ MT ആയിട്ടുള്ള വെയിറ്റും കൂടി നോക്കിയിട്ടാണ് വണ്ടിക്കകത്ത് എത്ര ലോഡ് ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി.
ഇവിടുന്ന് മൊത്തം 9 മണിക്കൂറാണ് നമുക്ക് ലോഡ് എടുക്കാൻ വേണ്ടിയുള്ള ഫാമിലേക്ക് എത്താൻ. നാളെ രാവിലെ 8 മണിക്കാണ് നമുക്ക് കിട്ടിയേക്കുന്ന അപ്പോയിന്റ്മെന്റ്. അങ്ങനെ നമ്മളൊരു 2-3 മണിക്കൂർ ഓടിയപ്പോഴത്തേക്കും അലബാമ സ്റ്റേറ്റിലെ ലിങ്കൺ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് എത്തി. ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു മെക്സിക്കൻ റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ട്രക്കും കൊണ്ട് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി പാർക്കിംഗ് ആണ്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം നോക്കുക പാർക്കിംഗ് ആയിരിക്കും. പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഹൈവേന്ന് എക്സിറ്റ് ഇറങ്ങിയ കടയിലേക്ക് പോകാറുള്ളത്. റെസ്റ്റോറന്റിന്റെ അകവശം മൊത്തം മെക്സിക്കൻ രീതിയിലുള്ള ആർട്ട് വർക്കുകളും പെയിന്റിങ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഏതൊരു മെക്സിക്കൻ റെസ്റ്റോറന്റിൽ ചെന്നാലും ആദ്യം കിട്ടുന്നത് ചിപ്സും സൽസയാണ്. നോർമലി വയറ് മൊത്തം നിറയ്ക്കുന്നത് ഇത് കഴിച്ചിട്ടാണ്. അങ്ങനെ ഞാനും പപ്പയും കൂടെ മിക്സഡ് ഫഹിത്താസും സരൂപ് തോർത്തയുമാണ് ഓർഡർ ചെയ്തത്. നോർമലി നമ്മൾ വെളിയിൽ കഴിക്കാൻ നിർത്തുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത് ഇന്ത്യൻ ഫുഡോ അല്ലെങ്കിൽ മെക്സിക്കൻ ഫുഡോ ആണ്. നമ്മുടെ നാട്ടിലെ രീതിയിൽ ഏകദേശം താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഫുഡുകളാണിത്. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയ ജോർജിയയിലെ അറ്റ്ലാന്റ ഡൗൺ ടൗണിന്റെ ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് സൗത്ത് കരോളിനയിലെ ന്യൂബെറി എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ സൗത്ത് കരോളിനയിലെ ന്യൂബെറി എന്ന് പറഞ്ഞ ആ ടൗണിലേക്ക് എത്തി. ചെറിയൊരു ടൗൺ ആണ്. അടുത്തുള്ള ഒരു പാർക്കിംഗ് നോക്കി നമ്മൾ ലൗസിലേക്ക് നിർത്തി. ഇവിടെ ആകുമ്പോൾ കുളിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 8 മണിക്കാണ് നമുക്കുള്ള അപ്പോയിൻമെന്റ്. ഇവിടുന്ന് നമുക്കൊരു 15 മിനിറ്റാണ് ആ ഫാമിലേക്കുള്ളത്. കറക്റ്റ് രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ അലാറം അടിച്ചു. അങ്ങനെ രാവിലെ കുളിയൊക്കെ പാസ്സാക്കി മക്ഡൊണാൾഡ്സിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു.
വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ട്രെയിലറിന് ചുറ്റും ആംബർ ലൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ലൈറ്റുകൾ മിന്നിയണമെന്ന് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ജീവനുള്ള പക്ഷികളെയോ മൃഗങ്ങളെയോ ഒക്കെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ലൈറ്റ് ഇവിടെ നിർബന്ധമാണ്. സൗത്ത് കരോളിനയിൽ തന്നെ നന്നായി പഴക്കമുള്ള ഒരു വില്ലേജ് ആണ് ഈ ന്യൂബെറി എന്ന് പറയുന്ന സ്ഥലം. റോഡുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുന്നിലേക്ക് വന്നപ്പോഴാണ് വില്ലനായിട്ട് അടുത്തൊരാൾ വന്ന് ഫ്രണ്ടിൽ നിന്നത്. നേരത്തെ മരം തന്ന പോലത്തെ ഒരു പണി ദേ അടുത്ത മരവും തന്നു. ഇത് ഇത്രയും കൂടി താന്നു നിൽക്കുന്ന ഒരു മരമായിരുന്നു. അങ്ങനെ ഇവിടുന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അമേരിക്കയിൽ ട്രക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു റോഡിൽ കൂടെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാമിലേക്കുള്ള ബോർഡ് കണ്ടുപിടിച്ചു. വലിയ ഫാം ആണെങ്കിൽ തന്നെയും അത്യാവശ്യം ചെറിയൊരു ബോർഡായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൃത്യം 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഫാമിലേക്ക് എത്തി. ഓൾറെഡി വണ്ടികളൊക്കെ ലൈനപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് അവർ കോഴികളെയൊക്കെ വളർത്തുന്നത്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രെയിലറിലുള്ള കേജുകളൊക്കെ എടുത്തിട്ട് പോയി ഇതിനകത്തു നിന്നാണ് കോഴിയെ പിടിച്ചോണ്ട് വരുന്നത്. നമ്മൾ കൊണ്ടുവന്ന കേജുകളൊക്കെ ഇതേപോലെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ലോഡ് ചെയ്തിട്ടാണ് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇവിടെ ലോഡിംഗ് ഒക്കെ പൂർത്തിയാക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് ആണ് ഒരു വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന ടൈം. ഒരു കേജിനകത്ത് 600 കോഴികളാണ് കൊള്ളുന്നത്. നമ്മുടെ ട്രെയിലറിനകത്ത് 20 കേജുകളാണുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് 12,000 കോഴികളെയാണ് നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടുപോകുന്നത്. ഓരോ കേജുകൾ കൊണ്ടുവെക്കുന്നതനുസരിച്ച് അവിടുത്തെ തന്നെ ആൾക്കാർ ട്രെയിലറിന്റെ സ്ട്രാപ്പുകളൊക്കെ മുറുക്കി തരുന്നുണ്ടായിരുന്നു.
അങ്ങനെ പേപ്പർ വർക്ക് എല്ലാം സൈനപ്പ് ചെയ്തിട്ട് ട്രെയിലറിന്റെ സ്ട്രാപ്പുകളെല്ലാം മുറുക്കിയിട്ടുണ്ടോ എന്നെല്ലാം കറക്റ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തു. ഇവിടുന്ന് നമുക്ക് മൊത്തം 12.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. അതിനിടയിലാണ് എന്തോ ആക്സിഡന്റ് സംഭവിച്ചിട്ട് പോലീസുകാർ റോഡ് രണ്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കമ്പനിയിലാണ് നമുക്ക് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ടത്. സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഇന്നലെ എം ടി ട്രെയിലർ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രക്കും ട്രെയിലറും അകത്തേക്ക് കയറ്റുമ്പോൾ അവർ വെയിറ്റ് നോക്കിയിട്ടാണ് കയറ്റുന്നത്. അങ്ങനെ വന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 36,000 പൗണ്ടാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ലോഡ് കോഴിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 36,000 പൗണ്ടാണ്. ഈ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അടിയിലെ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റുകളാണ്. നാട്ടിലെങ്ങാണമായിരുന്നെങ്കിൽ MVD ഇതിന് ഫൈൻ ഇട്ട് ഊപ്പാട് വന്നേനെ. ഈ ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ അടുത്ത MT ട്രെയിലർ പിക്ക് ചെയ്യുന്നത്. കോഴികളൊക്കെ ചെറിയ മയക്കത്തിലും ഉറക്കത്തിലും ഒക്കെയാണ്. അവരറിയുന്നില്ലല്ലോ ഏതാനും നിമിഷങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടമാകുമെന്ന്. 5 വർഷമായിട്ട് ട്രക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനത്തെ ഒരു ലോഡും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ലോഡിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അമേരിക്കയിലെ ട്രക്കിംഗ് ജീവിതവും അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.